പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 12 വോൾട്ടിൻ്റെ പ്രഷർ വാഷർ പമ്പാണ്. അല്ല, ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾ നമ്മുടെ സാധാരണ കാർ വാഷറുകൾ പോലെ നമ്മളൊരു നോസിൽ കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മോട്ടർ തനിയെ ഓപ്പൺ ആവുകയും ഇതിനെ സാധാരണ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു പ്രഷർ ബൂസ്റ്ററായിട്ട് ഷവറിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പ്രിംഗ്ലർ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം, ഇത് ഏകദേശം ഒരു മോട്ടർ ഓൺ ആയിട്ടുണ്ട്, പ്രഷർ ലോഡാവുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു 12 വോൾട്ടിൻ്റെ പ്രഷർ വാഷർ പമ്പാണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് സെയിലുള്ളതല്ല. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആമസോണിൽ നിന്ന് ഞാനിത് വാങ്ങിച്ച ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങാം. അപ്പോൾ ഈ ചെറിയ മോട്ടറിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ പലർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ 12 വോൾട്ട് 3 ആമ്പിയർ ഫ്ലോറൈറ്റ് 4.5 LPM ആണ്. അപ്പോൾ ഏകദേശം ഒരു 240-250 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ ഡിസ്ചാർജ്, മാക്സിമം ഡിസ്ചാർജ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ കട്ട് ഓഫ് പ്രഷർ 6.8 ആണ്. അതായത് ഇതിലൊരു ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് 6.8 ബാറിൽ മാക്സിമം പ്രഷർ എത്തിക്കഴിയുമ്പോൾ അത് കട്ട് ഓഫ് ആവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മുടെ സാധാരണ കാർ വാഷറുകൾ പോലെ നമ്മളൊരു നോസിൽ കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മോട്ടർ തനിയെ ഓപ്പൺ ആവുകയും ക്ലോസ് ചെയ്യുന്ന സമയത്ത് തനിയെ മോട്ടർ ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവർ പറയുന്നത്. ഇതൊക്കെ പരീക്ഷിച്ച് തന്നെ നോക്കണം. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഇതിനെക്കുറിച്ചുള്ള പല സംശയങ്ങളിൽ പെടുന്ന ഒന്നാണ്, ഇതിനെ സാധാരണ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. കാരണം ഒരു 250 ലിറ്റർ വെള്ളം ഒരു ടാപ്പിൽ കൂടെ ഒഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു നില മേളിലിരിക്കുന്ന ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം പോലും അതിലില്ല എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് സ്പ്രിംഗ്ലർ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരു സ്പ്രിംഗ്ലർ, ഒരു മൈക്രോ സ്പ്രിംഗ്ലർ ആണെങ്കിൽ തന്നെ ഒരു മണിക്കൂറിൽ 300 ലിറ്ററോളമാണ് അതിൻ്റെ ഡിസ്ചാർജ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനാകെ 240 ഉള്ളൂ. ഇനി ഓൾറെഡി ഗ്രാവിറ്റി ഉള്ള ഒരു ഫ്ലോയിലുള്ള ലൈനിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു പക്ഷേ നമുക്കൊരു നേരിയ വ്യത്യാസം കണ്ടേക്കാം. വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വ്യത്യാസം വന്നില്ലെന്നും ഇരിക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും ഇത് പ്രാക്ടിക്കലല്ല. ഏകദേശം 1000 രൂപ താഴെ 600-700 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. നിങ്ങൾക്കിത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കൈവശം ഒരു സെപ്പറേറ്റ് ബാറ്ററി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ഏതിൻ്റെ വേണമെങ്കിലും ബാറ്ററിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കൊടുത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ കറണ്ടിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു SMPS ആവശ്യമുണ്ട്. അത് 12 വോൾട്ടിൻ്റെ, ഇപ്പോൾ ഈ മോട്ടർ 3 ആമ്പിയറാണ്. അപ്പോൾ 3 ആമ്പിയർ ഓർ എബോവ് വരുന്ന ഒരു SMPS ഉപയോഗിച്ച് നിങ്ങൾക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. നമുക്കിത് ജസ്റ്റ് എങ്ങനെയാണ് വണ്ടി കഴുകാൻ കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുക. നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഒരു വണ്ടി കഴുകാനായിട്ട് എത്രത്തോളം പ്രഷർ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം. ഇതിൻ്റെ സെക്ഷനും ഡെലിവറിയും മനസ്സിലാകാൻ പാകത്തിന് ഇതിലൊരു ആരോ കൊടുത്തിട്ടുണ്ടാവും. ഈ ആരോ കൊടുത്തിൻ്റെ ഇപ്പറേ ഉള്ളത് സെക്ഷനും ഈ സൈഡ് നോർമലി ഡെലിവറി ആയിരിക്കും. ഇതൊരു ഡമ്മി ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലുള്ള ഒരു ചെറിയ നോസിലായതുകൊണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് 1/2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിലും ചെറിയ ഒരു പൈപ്പിൻ്റെ പീസ് എടുത്ത് കണക്ട് ചെയ്ത് അതാദ്യം ഇതിൽ നമ്മൾ തള്ളി കയറ്റി വയ്ക്കുക. ഇതേപോലത്തെ ഒരു ഗ്രീൻ ഹോസാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ കാവൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഗ്രീൻ ഹോസാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹോസ് നമ്മളിത് ആദ്യം തള്ളി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് ക്ലിപ്പ് വെച്ച് ടൈറ്റ് ചെയ്യാണ്. കാരണം ഇതിൻ്റെ പറഞ്ഞിരിക്കുന്ന പ്രഷർ റേഞ്ച് പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സെക്ഷൻ സൈഡായി. ഇനി ഡെലിവറി സൈഡിൽ ഇതും അതേപോലെ തന്നെ ഞാനിപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ് രീതിയിലുള്ള ഒരു ചെറിയ ഗാർഡൻ ഒക്കെ നനയ്ക്കുന്ന രീതിയിലുള്ള ഒരു നോസിലാണ്. ഇതും കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. ഓക്കെ, നമ്മുടെ അപ്പോൾ കണക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സെക്ഷൻ ഡെലിവറി സൈഡ് പിടിപ്പിച്ചു. നമുക്കൊരു നോസിൽ പിടിപ്പിച്ച് ഇതൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടെമ്പററി ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. നോസിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. മോട്ടർ ഓണായി. പ്രൈം ചെയ്ത് വെള്ളമെല്ലാം ഓടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എയറെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാണാമോ? നമ്മൾ ക്ലിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പോൾ നോസിൽ ഓണായി. ഇതിന് എയർ തള്ളി പോകുന്നേ ഉള്ളൂ. നോക്കി പൈപ്പിൽ കൂടെ ട്രാൻസ്പെറൻറ്റ് പൈപ്പായിരുന്നു കാണാം. എയർ തള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് അത്യാവശ്യം ഈ ഒരു പോയിന്റിൽ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പ്രഷർ ലോഡ് ചെയ്ത് നിർത്തുമ്പോൾ ആ മോട്ടർ കട്ട് ഓഫ് ആയിട്ട് നിൽക്കും.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രഷർ കാണിച്ചു തരാം. നോക്കിക്കോട്ടോ, അടിക്കട്ടെ. ഇതാണ് അതിൽ നിന്ന് വരുന്ന പ്രഷർ. നമ്മളിതിൻ്റെ പ്രഷർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം, ഇത് ഏകദേശം ഒരു 10-12 അടി മേളിലുള്ള ഹൈറ്റിൽ വെള്ളം സ്പ്രേ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ കട്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ മോട്ടോർ പ്രഷർ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മോട്ടോർ ഓഫാവും. മോട്ടോർ ഓഫായി. നമുക്ക് ഇനി ഇതിൻ്റെ പല മോഡുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ മോഡിലേക്കൊക്കെ വരാൻ നേരത്തെ പെർഫോമൻസ് വളരെ കുറവാണ്. ഈ മോഡിലും കുറവാണ്. അതാണ് നമ്മളിപ്പോൾ ഇതൊരു പ്രഷർ ബൂസ്റ്ററായിട്ട് ഷവറിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കാരണം ഇതിന് പ്രഷർ ഉണ്ടെങ്കിലും ഇതിന് വെള്ളത്തിൻ്റെ അളവില്ല. അപ്പോൾ നമ്മളിതൊരു കാറ് കഴുകാനായിട്ട് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നാണ് നോക്കുന്നത്. ആകെ ഇതിൻ്റെ ജെറ്റ് മോഡ് മാത്രമാണ് നമുക്കിതിൽ ഒരു യൂസ്ഫുള്ളായിട്ട് വരുള്ളൂ. കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കുറവിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം തൊട്ടടുത്ത് ഇങ്ങനെ കഴുകാനൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ഒരു പ്രോപ്പർ കാർ വാഷിംഗ് യൂണിറ്റ് പോലെ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് വരുന്ന ഒരു പൈപ്പിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്ലോ ഉള്ള ഒരു ലൈനിൽ, ഓൾറെഡി പ്രഷർ ഉള്ള ഒരു ലൈനിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെയൊക്കെ നല്ല അത്യാവശ്യം പ്രഷർ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്ഷൻ കൊടുക്കുന്നതിന് പകരം മാക്സിമം ഇതേപോലെ ഡയറക്റ്റ് ലൈനിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലോ കൂടുതലുണ്ടാവും. അതേപോലെ ഞാനിത് കുറച്ച് നേരം യൂസ് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലായത് ഞാൻ പറഞ്ഞ പോലെ, ഒന്ന് പ്രഷർ ലോഡായി കഴിഞ്ഞിട്ട് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നന്നായിട്ട് വെള്ളം നല്ല പ്രഷറിൽ വരും. പിന്നെ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് അടിക്കേണ്ടി വരും. അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. എന്തായാലും 12 വോൾട്ടിൻ്റെ ഈ ചെറിയൊരു മോട്ടറിൽ നിന്ന് ഇത്രയും പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രഷർ തന്നെയുണ്ട്. നമുക്ക് നോർമലി ഒരു ടാപ്പിൽ നിന്ന് ഒട്ടും ഫ്ലോ ഇല്ലാത്തൊരു ടാപ്പിലൊക്കെ വണ്ടി കഴുകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ചെറിയൊരു രീതിയിൽ ഇത് എന്തായാലും ഒരു പ്രാക്ടിക്കൽ യൂസേജ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിസ്റ്റ് യൂണിറ്റിലേക്ക് ഞാനത് കണക്ട് ചെയ്തു. ഡയറക്റ്റ് ബക്കറ്റിൽ നിന്ന് സെക്ഷൻ എടുത്ത് അത് ബൂസ്റ്റ് ചെയ്യൽ പ്രാക്ടിക്കലല്ല, അത് വർക്ക് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഹൈറ്റിൻ്റെ ആയിരിക്കാം, എന്താ റീസൺ എന്നറിയില്ല. എക്സിസ്റ്റിംഗ് ടാപ്പ് ലൈനിൽ നിന്ന് കൊടുക്കാൻ നേരത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു എക്സ്ട്രാ ബൂസ്റ്റിംഗ് വരുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. ആ മിസ്റ്റ് യൂണിറ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ ഒരു ആപ്പിൾ മരമുണ്ട്, അതിന് വെച്ചിരിക്കുന്ന ഒരു മിസ്റ്റ് യൂണിറ്റാണ് അത്. ഇപ്പോൾ നമ്മൾ മോട്ടർ കണക്ട് ചെയ്യാത്തപ്പോഴുള്ള ഫ്ലോ ആണ്. മോട്ടർ ഒന്ന് കണക്ട് ചെയ്യുക. മോട്ടർ ഓൺ ആയിട്ടുണ്ട്, പ്രഷർ ലോഡാവുന്നുണ്ട്, കുറച്ചുകൂടെ സ്പ്രെഡായി വരുന്നുണ്ട്. മോട്ടർ കണക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസമുണ്ട്. എന്നോർത്ത് മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് വർക്ക് ചെയ്യുന്നുമില്ല. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഫ്ലോ ഉള്ള ലൈനിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ഒന്ന് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റിയേക്കും. അത് ഒന്നിൽ കൂടുതലുള്ള നോസിൽ വർക്ക് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ മോട്ടർ ഓൺ ആയിട്ടുണ്ട്, ഫ്ലോ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ആദ്യത്തെക്കായും കൂടുതൽ ഫ്ലോ വന്നിട്ടുണ്ട്, നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓഫ് ചെയ്യുമോ മോട്ടർ? മോട്ടർ മാറിക്കഴിയുമ്പോൾ ലൈനിൽ പ്രഷർ ഡ്രോപ്പ് വന്ന് പയ്യെ അത് കുറയുന്നത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 12 വോൾട്ടിൻ്റെ ഈ ചെറിയൊരു പമ്പ് നമുക്ക് സെയിലുള്ള പമ്പല്ല. ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് വാങ്ങുക. അത്യാവശ്യം നിങ്ങൾ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.